CPMന്റെ 1 കോടി രൂപ പിടിച്ചെടുത്ത നടപടിയിൽ തെറ്റില്ല. ഹർജി ഹൈക്കോടതി തള്ളി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പിൻവലിച്ച 1 കോടി രൂപ ആദായ നികുതി വകുപ്പ് കണ്ടുകെട്ടിയ നടപടിക്കെതിരെ CPM തൃശൂർ ജില്ലാ കമ്മിറ്റി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയും നടപടിയും നിയമപരമാണെന്നും കോടതി പ്രസ്താവിച്ചു. ബാങ്കിലേക്ക് അടയ്ക്കാൻ കൊണ്ടുവന്ന പണമാണ് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തത്. ബാങ്ക് ഓഫ് ഇന്ത്യയിലെ CPMന്റെ അക്കൗണ്ടിൽ 4.81 കോടി രൂപ ഉണ്ടായിരുന്നു. അതിൽ നിന്നും 1 കോടി രൂപ CPM പിൻവലിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ തോതിലുള്ള തുക പിൻവലിക്കുമ്പോൾ അറിയിക്കണമെന്ന് ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് വിവരം IT അധികൃതരെ അറിയിച്ചു. തുടർന്ന് CPMന്റെ അക്കൗണ്ടുകൾ പരിശോധിക്കുകയും 1 കോടി രൂപ പിടിച്ചെടുക്കുകയുമായിരുന്നു. ഇതോടൊപ്പം അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ ഈ നടപടികളെ ചോദ്യം ചെയ്താണ് CPM തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് കോടതിയെ സമീപിച്ചത്. എന്നാൽ നിയമപരമായ നടപടികൾ മാത്രമാണ് ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് പരിശോധനയും പണവും പിടിച്ചെടുത്തതെന്നും കോടതി വിലയിരുത്തി. അക്കൗണ്ട് മരവിപ്പിച്ച നടപടിയിൽ ഇടപെടുന്നില്ല. അക്കൗണ്ട് മരവിപ്പിച്ചാൽ സാധാരണ നിലയിൽ 60 ദിവസത്തിന് ശേഷം അക്കൗണ്ട് മരവിപ്പിച്ചത് ക്യാൻസലാകും. അതിനാൽ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതില്ലെന്നും കോടതി വ്യക്തമാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ 1 കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടികൂടിയത്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ നിന്നെടുത്ത തുകയായിരുന്നു ഇത്. 1 കോടി രൂപ ബാങ്കിൽ നിന്ന് പിൻവലിക്കപ്പെട്ട വിവരം അറിഞ്ഞ് ആദായ നികുതി വകുപ്പ് അന്വേഷണം നടത്തുകയായിരുന്നു.